ഇതിനകത്ത് ഇടതുപക്ഷത്തെക്കാളും എൻ്റെ അസസ്മെൻ്റ് അനുസരിച്ച് CPM-നേക്കാളും ഇതിനകത്ത് അഡ്വാൻറ്റേജ് കിട്ടാൻ പോകുന്നത് ഈ പറയുന്ന BJP ഒരു കാര്യം കൃത്യമായിട്ട് പറയാം. പല ഡിസ്ട്രിക്റ്റുകളിലും കോൺഗ്രസിൻ്റെ സമയത്ത് കോട്ടയായിരുന്ന പല ജില്ലകൾ അവിടെ പലയിടത്തും BJP-യുടെ ഇൻറോഡ്സ് ഭയങ്കര ശക്തമാണ് ഇപ്പോഴും. പല കോൺഗ്രസ് നേതാക്കൾ ഇപ്രാവശ്യം മത്സരിക്കുന്നവര്, അതായത് പല ക്രിസ്ത്യൻ മേഖലകളിലും ഭൂരിപക്ഷ മേഖലകളിലും മത്സരിക്കുന്നവരെന്നോട് പറഞ്ഞത് ടെലിഫോൺ സംഭാഷണത്തിൽ എനിക്കറിയാതെ പല ആൾക്കാരും ഇലക്ഷനിൽ മത്സരിക്കുന്നുണ്ട്. പറയാം കൗണ്ടർ ചെയ്യേണ്ടത് CPM-നെ ആയിരുന്നു, പക്ഷെ ഇവിടെ കൗണ്ടർ ചെയ്യാൻ ഇവിടെ BJP ആയി മാറി. അതായത് നേരത്തെ വിസിബിൾ ആയിരുന്നില്ല, ഇപ്പോൾ വിസിബിളായി. അതായത് കഴിഞ്ഞ 2024 പാർലമെന്റ് ഇലക്ഷന് ശേഷം BJP-യുടെ വോട്ടുകൾ, അതായത് നമുക്കറിയാം എല്ലാ വർഷവും ഇപ്പം എല്ലാ ഇലക്ഷൻ കേരളത്തിൽ നടത്തിയിട്ട് ഇത്ര വോട്ടാണ് BJP-ക്ക് പോകുന്നത്. ഇത്രേ ഉള്ളൂ അത്. കാരണം അവർക്കും ഈ പറയുന്ന ഇലക്ഷൻ മൈക്രോ മാനേജ്മെന്റ് കേരളത്തിൽ പൂർണ്ണമായിട്ടും നടത്താൻ അവർക്ക് അറിയത്തില്ല, കാരണം ആളുകളില്ല. പക്ഷെ 2024 പാർലമെന്റ് ഇലക്ഷനിൽ അവരുടെ ഇലക്ഷൻ മൈക്രോ മാനേജ്മെന്റ് ശക്തമായിരുന്നു. അല്ലെങ്കിൽ പലയിടത്തും കേരളത്തിൽ ഇലക്ഷൻ നടക്കുമ്പോൾ രാവിലെ അവർ ബൂത്തൊക്കെ കെട്ടി അവിടെ ഇരിക്കുക. ഇലക്ഷൻ ദിവസം ഏകദേശം 11 മണിയാകുമ്പോൾ അവർ പാക്ക് ചെയ്തങ്ങ് പോകും. കാരണം പറയുന്നത് അവരുടെ വോട്ടുകളെല്ലാം പോൾ ചെയ്തു. പക്ഷെ 2024 പാർലമെന്റിൽ അവർ പല ബൂത്തുകളിലും വൈകുന്നേരം ഇലക്ഷൻ പോളിംഗ് കഴിയുന്നിടം വരെ അവർ ഉണ്ടായിരുന്നു.